തൗസ് ആൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് നാം വൈകുന്നേരങ്ങളിൽ പരമ്പരാഗത രീതിയിൽ പത്തിരിച്ചട്ടിയിൽ മത്തൻ കുരുവും അരിയും വറുത്തതുണ്ടാക്കി കഴിച്ചിരുന്നു. നമുക്കും ഉണ്ടാക്കാം. മൺചട്ടിയിൽ എണ്ണയില്ലാതെ തയ്യാറാക്കുന്ന മത്തൻ കുരുവും അരിയും കൂടിയ ഈ കൂട്ട് ആരോഗ്യബോധവുമായി യോജിക്കുന്ന നല്ലൊരു ഭക്ഷണമാണ്. പണ്ട് നാം മൂത്തുപാകമായ മത്തൻ കറിവെക്കാൻ മുറിക്കുമ്പോൾ അതിൻ്റെ കുരു എടുത്ത് സൂക്ഷിക്കാറുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ തൊലി കളഞ്ഞ കുരു തന്നെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ പണ്ടത്തെ പരമ്പരാഗത രീതിയിലുള്ള ആ മത്തൻ കുരു അരിവറുത്തത് ഒരു പ്രത്യേക രുചിയുണ്ടായിരുന്നു അല്ലേ? ഇന്ന് പക്ഷേ ആരും അതിന് മുതിരുന്നില്ല. കുരു അങ്ങനെ വേസ്റ്റിൽ കളയുന്നു. മത്തൻ കുരുവിൻ്റെ ഗുണങ്ങളും ഈ വറുത്ത രുചിയും അറിഞ്ഞാൽ നിങ്ങളത് കളയില്ല. മുമ്പ് കഴിച്ചവർക്കല്ലേ അതിൻ്റെ രുചി അറിയൂ. ഇനി അരി കഴുകാം. കുറച്ച് തവിടില്ലാത്ത അരിയും, പുഴുങ്ങലരിയാണ്, കുറച്ച് 50% തവിടുള്ള അരിയും എടുത്തു. ഗുണവും കിട്ടും, നല്ലൊരു കളറും കിട്ടും. ഇത് രണ്ടും കൂടി കഴുകി വാലാൻ വെക്കണം. വല്ലാതെ കുതിരരുത്. കുതിർന്നാൽ വറുക്കാൻ കുറച്ച് പണിയായിരിക്കും. ഇനി വറുക്കാം. ഇതാണ് കേട്ടോ മണ്ണിൻ്റെ പത്തിരിച്ചട്ടി. നമ്മളിതിലാണ് പത്തിരി ചൂടാറ്. ഇപ്പോഴല്ലേ നോൺ സ്റ്റിക്ക് പാനൊക്കെ. ചട്ടി ചൂടായി. വെള്ളം വാർന്ന അരിയിട്ട് വറുക്കാം. നല്ല ചൂടായിട്ടുണ്ട്. ഇടുമ്പോൾ നല്ല ചൂട് വേണം, എന്നാലേ അരി നന്നായി പൊട്ടിപ്പൊരിയുകയുള്ളൂ. മൺചട്ടി ആയതുകൊണ്ട് ചൂട് ഒരുപോലെ എല്ലാ ഭാഗത്തും എത്തും. ഇത് ഒരേ സമയം എല്ലാ അരിയും ഒരേപോലെ പൊട്ടിപ്പൊരിയാൻ നല്ലതാണ്. അരി നന്നായി പൊട്ടിപ്പൊരിയുന്നുണ്ട്. ശബ്ദം കേട്ടില്ലേ? മത്തൻ കുരുവിലുള്ള അമിനോ ആസിഡുകളും അരിയിലുള്ള അമിനോ ആസിഡുകളും സംയോജിച്ച് ഒരു പൂർണ്ണ പ്രോട്ടീനാക്കി മാറ്റാനും ഇത് ശരീരത്തിലെ കോശ നവീകരണം, പുതിയ കോശങ്ങളുടെ നിർമ്മാണം, ഊർജം എന്നിവയ്ക്ക് വളരെ നല്ലതാണ്. കരിയാതെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിയില്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കും. ഇത് ഒരു മികച്ച പ്രോട്ടീൻ സ്രോതസ്സാണ്. വൃക്കക്കല്ലുള്ളവർ വളരെ ശ്രദ്ധയോടെ കഴിക്കണം. ദിവസവും 1-2 സ്പൂൺ മത്തൻകുരു കഴിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇത് ഭക്ഷണമായി മാത്രമല്ല ഒരു ഔഷധമായും കണക്കാക്കപ്പെടുന്നു. നന്നായി പൊട്ടിപ്പൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള അരി കൂടി ഇട്ട് വറുക്കാം. അരി മുഴുവനും വറുത്തു. ഇനി നമുക്ക് മത്തൻകുരു വറുക്കാം. അതിനുവേണ്ടി മത്തൻകുരുവിൽ കുറച്ച് ഉപ്പ് പുരട്ടണം. എന്നാലേ അത് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചൂടായ ചട്ടിയിലേക്ക് ഉപ്പ് പുരട്ടിയ മത്തൻകുരു ഇട്ടു. മത്തൻകുരുവും അരി വറുത്ത പോലെ വറുക്കാം. നമുക്ക് അരിയുടെ കൂടെയും മത്തൻകുരു കൂട്ടി വറുക്കാം കേട്ടോ. അരി കുറച്ച് മരിയുമ്പോൾ മത്തൻകുരു കൂടെ ഇടാം. മത്തൻകുരു കരിയാതെ നോക്കിയാൽ മതി. മത്തൻകുരു വേഗം കരിയാൻ സാധിക്കും. മത്തൻകുരു വളരെ പോഷകസമൃദ്ധമായ ഭക്ഷണമാണ്. ധാരാളം പ്രോട്ടീൻ, ആരോഗ്യകരമായ കൊഴുപ്പ്, ഫൈബർ, വിറ്റാമിനുകൾ, മിനറലുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഹൃദയാരോഗ്യത്തിനും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിനും ഉറക്കത്തെ പ്രോത്സാഹിപ്പിക്കാനും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താനും എല്ലുകളുടെ ആരോഗ്യത്തിനും ദഹനം മെച്ചപ്പെടുത്താനും തലമുടിയുടെയും ത്വക്കിൻ്റെയും ആരോഗ്യത്തിനും പ്രമേഹ നിയന്ത്രണത്തിനും സഹായിക്കുന്നുണ്ട്. മത്തൻകുരു നന്നായി വറവായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിയിലേക്കിടാം. വറുത്ത മത്തൻകുരു ഇനി വറുത്ത് വെച്ച അരിയിലേക്കിടാം. ഇത് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ആക്കിയിട്ടാണ് കഴിക്കുക. ഇനി വറുത്തതെല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്യാം. മൺചട്ടിയിൽ വറുക്കുന്നത് കൊണ്ട് മത്തൻകുരുവിൻ്റെയും അരിയുടെയും സ്വാഭാവിക രുചി, സുഗന്ധം പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്നു. ഇത് എണ്ണയിൽ വറുത്താൽ കിട്ടുന്ന രുചിയിൽ നിന്നും വ്യത്യസ്തമാണ്. എണ്ണയില്ലാത്തതിനാൽ ദഹനത്തിന് എളുപ്പമായിരിക്കും. വയറിന് ഭാരമാകാനോ അസ്വസ്ഥത ഉണ്ടാകാനോ ഇടയില്ല. ഇതിൻ്റെ കൂടെ കുറച്ച് കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അതാട്ടോ വൈകുന്നേരം നമ്മൾ പണ്ട് ഇതിലേക്കൊക്കെ കൂട്ടി കഴിച്ചിരുന്നത്. നല്ല ചൂടുള്ള കട്ടൻ ചായ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് ഇതൊന്നും മറക്കാൻ കഴിയില്ല. ഇതിൻ്റെ മണവും രുചിയും എല്ലാം. ഇപ്പോൾ നമ്മൾ ബേക്കറി സാധനങ്ങളാണ് കഴിക്കാറുള്ളത്. പണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കഴിക്കാറുള്ളത്. നെയ്യപ്പം, അച്ചപ്പം, കുഴലപ്പം, പഞ്ചാരപ്പാറ്റ, അങ്ങനെയുള്ള ട്രഡീഷണൽ ഐറ്റങ്ങൾ. പിന്നെ ചക്കപ്പം, വാഴക്കപ്പം, അണ്ടിപ്പുട്ട്, മുട്ടമാല തുടങ്ങിയവ. എയർ ടൈറ്റുള്ള കണ്ടെയ്നറുകളിലാക്കി തണുക്കാതെ സൂക്ഷിക്കുക. നമുക്ക് വേണ്ടപ്പോൾ എടുത്ത് കഴിക്കാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ.